ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു. അത്രയും നന്ദിയുണ്ട്. ആരോഗ്യ ആയുസ്സും നൽകട്ടെയെന്ന് സാറിന്. वो कहता है कि आज वो जिंदा है कि मोदी के कारण है. तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा. मोदी जी के നിങ്ങളുടെ അയൽവക്കത്ത് വന്ന് താമസിക്കണമെന്നുണ്ട്. आयुष्मान कार्ड नहीं होता तो आप क्या करते? मर जाएगा ये इसका अलावा, ऐसा बोलता है. मुझे बहुत खुशी हुई, आप सबसे मिलने का अवसर मिल रहा है कि आप लोगों को क्या क्या लाभ मिला और इसके कारण आपकी जिंदगी में क्या बदल आया, मैं आपसे सुनना चाहता हूँ. മോദി സാർ വന്നതിന് ശേഷം ഭയങ്കര പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപ് സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യമില്ലാത്തതുകൊണ്ട് മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ്. आपका सरकार आया है, इसके बाद बहुत विकास हुआ है लक्षद्वीप में. इससे इन लोगों को बहुत फायदा लाभ हुआ है. ഞാൻ ന്യൂട്രീൻ കാർഡാണ്. അപ്പോൾ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്ററിനും മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ന്യൂട്രൻ കാർഡാണ്. ഞാൻ നാച്ചുറൽ ഉണ്ടാക്കി നല്ല കൃഷിയിൽ നിന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂട്ട്സ് തെയ്യും കിട്ടിയിട്ടുണ്ട്. വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. അവർ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് 15 പച്ചക്കറി ഉണ്ടാക്കിയതിന്. അതുകൊണ്ട് വളരെ വളരെ നന്ദി. മോദി സാർ ഇങ്ങനത്തെ ഒരു സ്കീം കൊണ്ടുതന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. इसको ये न्यूट्रिन गार्डन का काम चल रहा है. इसको बीज मिला है और सब्सिडी से ऑर्गेनिक फर्टिलाइज़र भी मिला है और उन्हें अच्छा खेती किया है और इसको पुरस्कार और इनाम भी मिला है एडमिनिस्ट्रेटर से. അത് 1,000-1,500 രൂപ പച്ചക്കറി ഞങ്ങൾക്ക് കഴിച്ചിട്ട് പിന്നെ കൊടുക്കും. 1,500 रुपये का सब्जी बेचता है और इसका घर में और पड़ोसियों को और रिश्तेदार को मुफ्त देता है. इसके बाद तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा. മോഡി ജിക്ക് നിങ്ങളുടെ അയൽവക്കത്ത് വന്ന് താമസിക്കണമെന്നുണ്ട്. മോദിജി എൻ്റെ കാർഡ് പറഞ്ഞോളൂ, എന്താണുള്ളതെന്ന് പറഞ്ഞോളൂ, കിട്ടിയ ഗുണം പറഞ്ഞോളൂ. ഇത് എൻ്റെ ചെസ്റ്റ് വേദന ആയിട്ട് കരയിൽ പോയി, മൈലാറ്റിൽ പോയപ്പോൾ 2 ഓപ്പറേഷൻ എനിക്ക് വേണ്ടി വന്നു. 1.85 ലക്ഷം രൂപ മോദിജിൻ്റെ വക എനിക്ക് കിട്ടി. വളരെ സന്തോഷം. इसको चेस्ट में दर्द था. इधर के डॉक्टर ने कहा आप केरल में जाओ, ऑपरेशन करो. 2 सर्जरी किया. 1,42,000 रुपये का लाभ मिला. एक ही पैसा उसके जेब से नहीं चल गया. आयुष्मान कार्ड नहीं होता तो आप क्या करते? ഇതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതെല്ലായിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായിരുന്നു. മർ ജായേഗാ യേ ഇസ്കാ അലാവാ, ഐസാ ബോൽത്താ ഹൈ. സാറിനെ കണ്ടതിൽ ഇത്തിരി തിരക്കിനിടയിൽ സാർ വന്ന് ഞങ്ങളെപ്പോലെ ഇവിടെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഗ്രൂപ്പ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ സാറിനെ കാണാൻ വേണ്ടി. അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് DNRLM നിന്ന് ഗ്രൂപ്പ് വഴി പല സഹായം കിട്ടിയിട്ടുണ്ട്. ട്രെയിനിങ്ങിനും എന്ത് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കാനും മെൻറ്റർമാരെല്ലാം വന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ 10 शुरुआती सेल्फ हेल्प ग्रुप किया. इसको बहुत मदद मिला. DNRL का अधिकारियों ने मदद किया, मेंटर्स ने इसको एडवाइस दे दिया और आजकल एक रेस्टोरेंट चल रहा है. सेल्फ हेल्प ग्रुप का रेस्टोरेंट चलता है. कितनी है लोग सेल्फ हेल्प ग्रुप में? आपकी बहनें कितनी है? 12 പേര്. 15. നമസ്തേ മോദിജി. നമസ്തേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ PM കിസാമിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിൽ നമുക്ക് വർഷത്തിൽ 6,000 രൂപ കിട്ടുന്നുണ്ട്. അതിലൂടെ നമുക്ക് 3 ഗഡുക്കളായിട്ടാണ് തരുന്നത്. അപ്പോൾ ആ ഫസ്റ്റിൽ ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തൈകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം നല്ല രീതിയിൽ കൃഷി നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കാനും പറ്റുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൈസയും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. वो आपके बहुत बहुत धन्यवाद बोलता है क्योंकि ये किसान सम्मान निधि का लाभार्थी है. इसको 6,000 रुपया मिलता है. इसे बीज और फर्टिलाइज़र सभी खरीदता है. आजकल उसका खेती अच्छी तरह चल रहा है और बहुत पैसा मिलता है. पैसा कमाना भी होता है. നമസ്കാരം മോദിജി. नमस्कार. ഞാൻ ഫിഷറീസിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു 1.5 ലക്ഷം രൂപ. ഒരു ബോട്ടും അതിനുള്ള സാമഗ്രികളെല്ലാം സാറിൻ്റെ വക ആ സ്കീം വന്നതുകൊണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. ये मछुआर है
इसको अभी किसान बन गया वो लोग और इसको 1.5 लाख रुपए का लोन मिला है बोट खरीदने के लिए, नेट खरीदने के लिए, और उसका कारोबार अभी अच्छी तरह चल रहा है. ഇൻഷുറൻസ് കാർഡിൻ്റെ ഇതിനാണ് 1 ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് പ്രൈവറ്റിൽ 1 ലക്ഷം രൂപയായിരുന്നു പറഞ്ഞത് സർജറിക്ക്. 8000 രൂപയ്ക്ക് ഞാൻ പോയി മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 8000 രൂപയ്ക്ക് ഈ കാർഡ് കാരണമാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു. അത്രയും നന്ദിയുണ്ട്. ആരോഗ്യ ആയുസ്സും നൽകട്ടെ എന്ന് സാറിന്. वो कहता है कि आज वो जिंदा है कि मोदी के कारण है, क्योंकि इसका तबीयत बहुत खराब था, बहुत पैसा बोला ये प्राइवेट हॉस्पिटल में, मगर उन्होंने कलमश्शेरी, केरल में कलमश्शेरी जाकर गवर्नमेंट मेडिकल कॉलेज से सर्जरी किया सिर्फ 8,000 रुपये में. तो अभी ठीक है. ये दिव्यांग के नाते जो मदद मिलता है वो सब मिला है आपको? നിങ്ങൾക്ക് ദിവ്യാംഗൻ എന്ന നിലയിൽ കിട്ടേണ്ട സഹായം കിട്ടിയോ? 1500 രൂപ കിട്ടുന്നുണ്ട് പെൻഷനായിട്ട്. എനിക്ക് ജോലിയും കാര്യമൊന്നും ഇല്ല ഇതുവരെ. 1,500 रुपया पेंशन मिलता है. इसको कोई काम नहीं है, इसलिए बहुत मदद होता है पैसा से. आवास योजना मकान मिला आपको? हाँ, मकान मिला. 1,20,000 रुपया मिला और घर बनाया. താങ്ക് യു മോദിജി. കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 1.5 ലക്ഷം റുപ്യ ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബനാന, കോക്കനട്ട് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ബനാനയിൽ നിന്ന് ഇതുവരെ 10 പൈസ കിട്ടിയിട്ടില്ല, 4 മാസമേ ആയിട്ടുള്ളൂ. കോക്കനട്ട് ഒരു 3,000-3,500 തേങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട്. ആ സ്കീം കിട്ടിയത് കൊണ്ട് പുറത്തുനിന്ന് പൈസ വാങ്ങേണ്ടി വന്നില്ല. ആ സ്കീം കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റി. इसको किसान क्रेडिट कार्ड का फ़ायदा हुआ है. 1.5 लाख रुपए का लोन मिला है. बहुत अच्छा खेती कर रहा है बनाना और नारियल का. देखिए, किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है, जो पशुपालन करता है उसको भी काम आ सकता है, और जो खेती करता है उसको भी काम आ सकता है. तो आप सबको बताइए, फिशरमैन भी इसका लाभ सकता है, किसान भी ले सकता है, പശുപാലക് भी ले सकता है. നോക്കൂ, കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കള് കൃഷിക്കാരുണ്ട്, മത്സ്യപ്രവർത്തകർക്കുണ്ട്, പിന്നെ ഈ പൗൾട്രി ഫാം, പശു പക്ഷി പരിപാലനം ഉണ്ടല്ലോ, മൃഗ പരിപാലനം, പക്ഷി പരിപാലനം, ഇത് ചെയ്യുന്നവർക്കുണ്ട്. ഇതെല്ലാവർക്കുമുണ്ട്. ഇതെല്ലാവരോടും പറയണം നിങ്ങൾ. ഈ 3 കൂട്ടർക്കും ഇത് കിട്ടും. നമസ്തേ മോദിജി. നമസ്തേ. എനിക്ക് ഉജ്ജ്വല ഗ്യാസാണ് ഫ്രീ കിട്ടിയത്. അതുകൊണ്ട് സാറിനോട് നന്ദി. इसको उज्ज्वला कनेक्शन मिला है, उज्ज्वला गैस मिला है. हाँ, मुफ्त गैस कनेक्शन मिला है. आपको धन्यवाद बोलता. എൻ്റെ ഒരു മോള് കോളേജിൽ പഠിക്കുന്നുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വന്ന ശേഷം കടമത്തിൽ വന്ന ശേഷം അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മോദിജി എൻ്റെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി. അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതാണ്, കരയിൽ പോയി പൈസ പഠിക്കേണ്ടി ആയിരുന്നു. അതില്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. इसका बेटी इधर कड़मत कॉलेज में पढ़ रहा है. पहले इधर कॉलेज नहीं था. गरीब आदमियों को, ये जैसे गरीब आदमी अपने बच्चों को उधर भेजना, केरल भेजना मुश्किल था. आज इधर कॉलेज शुरू हुआ, उसका बेटी इधर पढ़ता है और अच्छा मार्क मिला है. टूरिज्म ग्रेजुएशन. लेकिन आप लोग बच्चियों को पढ़ाओगे ना? കുട്ടികളെ പഠിപ്പിക്കില്ലേ നിങ്ങൾ? ये कॉलेज मैंने खास बच्चियों के लिए किया है. ഈ കോളേജുകളൊക്കെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയാണ് തുറന്നിരിക്കുന്നത്. हमारी सब बच्चियां पढ़नी चाहिए. നമ്മൾ എല്ലാ പെൺകുട്ടികളും പഠിക്കണം.